പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ നെല്ലിക്ക കൊണ്ട് നല്ല കിടിലനൊരു റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നെല്ലിക്ക ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവി കയറുന്ന ഒരു പാത്രത്തിലേക്ക് ഈ നെല്ലിക്ക എല്ലാം വെച്ച് ഒരു 8 9 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. നല്ലതുപോലെ വെന്ത് പോകാൻ പാടില്ല, കുക്കടായാൽ മതിയാവും. ആ സമയത്ത് നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിനുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് 1 സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഉലുവ, അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഇതിലേക്ക് വേണ്ടത് കാശ്മീരി മുളക് ഒരു 6 എണ്ണം, 10 12 നാടൻ മുളകും കൂടെ എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിന്. ഇനി എരിവ് വേണ്ടാന്നുള്ളൊരു കാശ്മീരി മുളക് മാത്രം എടുത്താൽ മതിയാവും. ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ നെല്ലിക്ക നല്ലപോലെ ഒന്ന് തണുത്ത് വരുന്ന സമയം നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിങ്ങനെ വേണ്ട, നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് തന്നെ നെല്ലിക്ക ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇപ്പം നമ്മുടെ മുളകും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. എല്ലാം ലോ ഫ്ലെയിമിൽ വിട്ട് വേണം വറുക്കാൻ, കരിഞ്ഞു പോകരുത്. അപ്പോൾ അത് നമുക്ക് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അതേ പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയം ഒരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് ഒരു 10 20 വെളുത്തുള്ളി അതിൽ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് നിറമാറി വരുന്നവരെ ഒന്ന് വഴറ്റാം. ഒരുപാട് നിറമാറി പോവേണ്ട ആവശ്യമില്ല. ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവരും മറക്കാതെ സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് 1/2 ടീസ്പൂണ് കായം. ഞാനിവിടെ കായം പൊടിക്കായം എടുത്തേക്കുന്നത്. ഇനി കട്ടക്കായ ആണെങ്കിൽ നിങ്ങളൊന്ന് മൂപ്പിച്ചതിന് ശേഷം പൊടിച്ചെടുക്കുക. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയം നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്തെടുത്ത മുളകും കടുകും ഉലുവയും എല്ലാം ചേർത്ത പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എരിവ് വേണ്ടാന്നുള്ളവർക്ക് കാശ്മീരി മുളക് മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി ഞാനൊന്ന് കുതിർത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുളി വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വെള്ളമയം ഒന്നും കാണാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാം. ഇച്ചിരി സമയമെടുത്ത് വേണം ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ പുളി ഒഴിച്ചപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ പുളിയെല്ലാം ഇതിലൊന്ന് പിടിച്ച് ഉപ്പും എല്ലാം ഒന്ന് പിടിച്ച് വരുന്ന സമയം നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് ഒരല്പം ശർക്കരയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ശർക്കര എൻ്റെ ഇരുന്ന കല്ലുള്ളത് കൊണ്ട് ഞാനൊന്ന് പാനിയാക്കി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി നമുക്കിത് പാനിയിൽ നിന്ന് ഇത് കംപ്ലീറ്റ് ഇങ്ങനെ വിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വരണം. അതുവരെയും വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ലപോലെ നമുക്ക് പരുവായിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 1-2 മാസമൊക്കെ കേടുകൂടാതെ ഇരിക്കും. അല്ല പുറത്ത് വെച്ചാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നനവുള്ള സ്പൂൺ കൊണ്ട് എടുക്കാതിരിക്കുന്നത് 1 സ്പൂണ് മാത്രം മതി. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ കൊതിയായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പാനിയിൽ തന്നെ കുറച്ച് ചോറിട്ടൊന്ന് കുഴച്ച് കഴിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുഴച്ചൊന്ന് കഴിക്കാം. എന്താ ടേസ്റ്റെന്നറിയാമോ? എരിവും പുളിയും ചെറിയൊരു മധുരവും അടിപൊളിയാണ് കേട്ടോ. വേറെ നമുക്കിതിൻ്റെ കൂടെ ഒരു കറിയും വേണ്ട. ഇത് 1 സ്പൂൺ ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറ് കഴിക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.